LDF-നും പ്രതിഫലിച്ചു എന്നുള്ളതുള്ളൂ. പല CPM-ന്റെ ഉറച്ച കോട്ടകൾ വിശേഷിപ്പിക്കപ്പെടുന്ന പയ്യന്നൂർ, തളിപ്പറമ്പ് പോലെയുള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെ ഒരു ഘട്ടത്തിൽ പോലും അല്ല, അവിടെയുള്ള അവരുടെ ആളുകൾ തിരിഞ്ഞു വോട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ അവസ്ഥ ഇതല്ല. ഒരു ഭരണവിരുദ്ധ വികാരമായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ടോ ഇതിനെ? ഭരണവിരുദ്ധ വികാരം എന്നല്ല, രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ അതിനകത്തുള്ള ഒരു ആഭ്യന്തര പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. അവിടെ കലാപക്കൊടി ഉയർത്തിയതൊക്കെ ജയിച്ചു. CPM-നകത്ത് കലാപക്കൊടി ഉയർത്തി പുറത്തു വന്ന് വിമതരായ ആളുകളൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നുണ്ട്. ജി സുധാകരൻ, അത് വേറെ ചുമ്മാ നിൽക്കുന്നവരും ജയിച്ചല്ലോ. ഇപ്പോൾ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച നടന്നുകൊണ്ടിരിക്കും. നിലവാരം അഭിപ്രായം നേടുകയാണ്. ഒരു ഭാഗത്ത് ചെന്നിത്തലയുണ്ട്, ഒപ്പം KC വേണുഗോപാലുണ്ട്, VD സതീശനുണ്ട്. NSSന് ആരെ മുഖ്യമന്ത്രി ആയാൽ താല്പര്യം എന്നുള്ളൊരു നിലപാടുണ്ടോ? ആരെ ആക്കിയാലും ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. കഴിവുള്ളവരെ ആക്കണം, അതുപോലെ തന്നെ പരിചയമുള്ളവരെ ആക്കണം എന്നേ ഉള്ളൂ. അത് ഒരു ഇന്ന വ്യക്തിയെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നില്ല. സാധാരണ അത് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കാറുള്ളത്. അവരത് തീരുമാനിക്കട്ടെ. അത് തീരുമാനത്തിന് അടിസ്ഥാനമായിട്ടാണെങ്കിലും ഇനിയും വരാൻ പോകുന്ന ഭരണത്തിൻ്റെ വിജയം നിലനിൽക്കുന്നത്. ഇന്നലെ മുമ്പ് ഈ VD സതീശനെതിരെ ചില നിലപാടുകളൊക്കെ കടുപ്പിച്ചിരുന്നു. VD സതീശനെതിരെ അദ്ദേഹത്തിന്റെ ചില സമീപനങ്ങളിലുള്ള വിയോജിപ്പും നിലപാടുകളും NSS ജനറൽ സെക്രട്ടറിയും പറഞ്ഞിരുന്നു. അല്ല, അത് വിയോജിപ്പ് ഇലക്ഷനിലൊന്നും ബാധിപ്പിച്ചില്ല. എന്നുവെച്ചാൽ ഞങ്ങൾ പിന്നെ സമദൂര നിലപാട് തന്നെയായിരുന്നു അവിടെയും എല്ലായിടത്തും. അപ്പോൾ ആ സാഹചര്യത്തിൽ പക്ഷേ അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോട് ഞങ്ങൾക്ക് ഉള്ള ഇഷ്ടമല്ല. ആ വിയോജിപ്പ് ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം തിരുത്തിയാൽ ഒരു പുതിയ സംവിധാനം അല്ല, അത് തിരുത്താൻ ഞാൻ പറയത്തില്ല. അപ്പം ഞാൻ ക്ഷണിച്ചതായിട്ട് എനിക്ക് വേണ്ട. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനാണ് വരുന്നതെങ്കിൽ ഇത്തരമൊരു അല്ല, അത് കോൺഗ്രസിന്റെ തീരുമാനമല്ലേ, അത് സ്വീകരിച്ചല്ലേ പറ്റൂ. ഈ NSS ജനറൽ സെക്രട്ടറി തുടർച്ചയായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ മലപ്പുറത്തിനെതിരെയൊക്കെ നടത്തിയ വിമർശനങ്ങൾ എങ്ങനെ വെള്ളാപ്പള്ളി തുടർച്ചയായി മലപ്പുറത്തിനും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയ വിമർശനങ്ങൾ അത് വലിയ തിരിച്ചടിയായോ? വെള്ളാപ്പള്ളി അല്ലല്ലോ ഞങ്ങൾക്കൊരു തത്വസംഹിതയുണ്ട്. ആ തത്വസംഹിതയ്ക്കകത്ത് രാഷ്ട്രീയം ഒരുപോലെ കാണണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ട് വേറെ അതിനെപ്പറ്റിയൊന്നും പറയാനില്ല, പ്രത്യേകം പറയാനില്ല, അതുകൊണ്ട് പറയാതിരുന്നത്. പലതരത്തിലേക്ക് സെക്രട്ടറി വിമർശനം ഉന്നയിച്ച മേഖലയിലെല്ലാം അദ്ദേഹത്തെ തള്ളിപ്പറയാൻ CPM-ഓ സർക്കാർ തയ്യാറാത്തതുകൊണ്ട് അവിടെ എല്ലാം ഒരു വലിയ അതൊന്നും ഞാൻ അതിനെപ്പറ്റി പറയത്തില്ല. VD സതീശന്റെ നേതൃത്വത്തിലാണ്, ആ നേതൃപാഠത്തിലാണ് UDF ഇത്ര വലിയ നേട്ടം ഉണ്ടാക്കിയത് എന്ന് കരുതുന്നുണ്ടോ? അതിന് മറുപടി ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ചില ആളുകളുടെ മാത്രമല്ല, അതിന് മറുപടി ഞാൻ പറഞ്ഞു. ഈ കൊട്ടിക്കോഴിക്കുന്ന അതൊന്നുമല്ല. ജനങ്ങളുടെ മനസ്സിന് മുറിവേറ്റു, ഇത് തിരിച്ചു പിടിക്കണം എന്നവർക്ക് തോന്നിയപ്പോൾ അവർ ചെയ്ത വോട്ട് ഇവരും ആ കൂട്ടത്തിൽ നിന്നു എന്നുള്ളൂ. വേറെ ആൾട്ടർനേറ്റീവ് ഇല്ലാത്തതുകൊണ്ട് 12 മന്ത്രിമാരാണ് പരാജയപ്പെട്ടത്. അപ്പോൾ അവരുടെയൊക്കെ ഭരണ സംവിധാനത്തിന്റെ ഒരു പരാജയമാണ് എന്ന് തോന്നുന്നുണ്ട്. ദേവസ്വം മന്ത്രി അടക്കം ഈ ശബരിമല വിഷയമടക്കം വലിയ ചർച്ച ഉണ്ടായിരുന്നു. ദേവസ്വം മന്ത്രി അടക്കമുള്ള മന്ത്രിമാർ തോറ്റു. 12 മന്ത്രിമാരോ? 12 മന്ത്രിമാർ കഴിഞ്ഞ തോറ്റു. LDF തോറ്റുപോയി. അതെല്ലാം ആ വികാരത്തിന്റെ പുറത്ത് പോയത്, അടിച്ചു പോയത്. നിലവിലിപ്പോൾ NSS-നോട് അടുത്ത് നിൽക്കുന്ന NSS ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായിട്ടുള്ള ഒരു മന്ത്രി കൂടി പരാജയപ്പെട്ടു, പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ. അവിടെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് NSS-ലെ ചില വിഭാഗീയതകൾ ഉണ്ടായി. അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ പരാമർശിച്ചു. അവിടെ നായന്മാർ സമദൂരത്തിൽ വോട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അതിന്റെ ഫലമല്ലേ അവിടെ ഉണ്ടാവുള്ളൂ. NSS-മായി ബന്ധപ്പെട്ട് അവർ പത്തനാപുരത്തുണ്ടായ പ്രാദേശിക ഘടകങ്ങൾ എന്തെങ്കിലും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചതായി കണക്കാക്കപ്പെടുന്നു? അത് എനിക്ക് അറിഞ്ഞുകൂടാ. റിസൾട്ട് കണ്ടിട്ടും അത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് പ്രത്യേകമായ നിർദ്ദേശം ജയിപ്പിക്കണമെന്നും തോപ്പിക്കണമെന്ന് ഒരു നിർദ്ദേശമില്ലായിരുന്നു. ഈ വലിയ ഭൂരിപക്ഷം കിട്ടിയ ധർമ്മട അടക്കമുള്ള സ്ഥലത്ത് മുഖ്യമന്ത്രി ആദ്യത്തെ 6 റൗണ്ടിൽ പിന്നിലേക്ക് പോയി. വലിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞവണ ജയിച്ച മുഖ്യമന്ത്രി പോലും ഇത്തവണ ആദ്യത്തെ 6 റൗണ്ടിൽ പിന്നിലായിരുന്നു. അതൊക്കെ ജനത്തിന്റെ വികാരമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ മന്ത്രിസഭാ രൂപീകരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലേ ഭരണമാറ്റം ആവശ്യമാണെന്ന്. അന്നെല്ലാവരും കൂടെ എന്നെ കളിയാക്കി.
ഈ മുഖ്യമന്ത്രി ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നു, അതിനപ്പുറത്തേക്ക് ഇനി ക്യാബിനറ്റ് ചർച്ചകളൊക്കെ വരികയാണ്. അപ്പോൾ മുമ്പ് പലതരത്തിലേക്ക് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തരമന്ത്രി സ്ഥാന പരാമർശങ്ങളൊക്കെ ഉണ്ടായി. അത്തരത്തിൽ ക്യാബിനറ്റിലടക്കം ഏതെങ്കിലും തരത്തിലേക്ക് NSSന്റെ ഇടപെടലോ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുകയോ എന്തെങ്കിലും ഇത്തവണ? ഞങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ ആവശ്യപ്പെടുകയല്ലാതെ അനാവശ്യമായിട്ടോ എന്ത് സ്ഥാനങ്ങളോ മാനങ്ങളോ അതുപോലെ എന്തൊക്കെ ആണെങ്കിലും ഗവൺമെന്റിൽ നിന്ന് അനധികൃതമായിട്ടൊന്നും നേടിയെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഇതുവരെ നേടിയെടുത്തിട്ടുമില്ല. പിന്നെ എന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ ചെയ്യാഞ്ഞിട്ട് അത് കോടതി പോയി വാങ്ങിച്ചിട്ടുള്ളതേ ഉള്ളൂ. വിദ്യാഭ്യാസ മേഖലയിലടക്കമുള്ള കാര്യങ്ങൾ അതേ സമീപനം തന്നെ വരും കാലഘട്ടത്തിൽ തുടരുമെന്നാണ്. അത് നയം തന്നെ തുടരും. ഞങ്ങൾ ആരോടൊന്നും ആവശ്യപ്പെടുകയല്ല. ഞങ്ങൾക്ക് അവകാശപ്പെട്ട് തന്നില്ലേ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കും. അർഹമായ പരിഗണന കോൺഗ്രസിന് കോൺഗ്രസിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കോൺഗ്രസിനോ സർക്കാരിൽ നിന്ന് അർഹമായ പരിഗണന NSSനും അവർ തന്നല്ലേ വെക്കുള്ളൂ. ഇല്ല ആര് വന്നാലും തന്നേ വെക്കുള്ളൂ. ഇതിൽ സമദൂരം പാലിച്ചു നിൽക്കുന്നൊരു കക്ഷിയല്ലേ. ഈ നേരത്തെ സർക്കാരുമായി ഏറ്റവും കൂടുതൽ അടുത്ത് ചില സമയങ്ങളിൽ വിവാദമുണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. ഇപ്പോൾ UDF ചില കക്ഷികളടക്കം അത് പറയുകയും ചെയ്തു. പരാജയത്തിന് LDFന്റെ പരാജയത്തിന് വെള്ളാപ്പള്ളി കാരണക്കാരനായി എന്നത്തെ അതിലാണ് പല കക്ഷികളും പറയുന്നത്. എന്താ അതിനെ പറ്റിയിട്ട്? ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു നിലവാരമല്ല എൻ്റെ. ഞാനതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. അവർ ഗവൺമെൻറ് കരുതാഞ്ഞത് അവരുടെ അതും ഒരു ശ്രദ്ധിക്കേണ്ടതായിരുന്നു അവരെന്നുള്ളതാണ്. UDF പല ഇടങ്ങളും നല്ല വിജയം ജയിച്ചു. ഇപ്പോൾ സമദൂര നിലപാട് തന്നെയാണ് NSS സ്വീകരിച്ചത്. NSSന്റെ ഒരു സഹായം UDFന് നന്നായി കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കാം. തീർച്ചയായിട്ടും അവർ മെജോറിറ്റി ആളുകൾ ഒരു കോൺഗ്രസ് മെൻറ്റാലിറ്റി ഉള്ളവരാണ് നായർ കമ്മ്യൂണിറ്റിയിൽ. ഇപ്പം ഇത്തവണ ഈ സാഹചര്യം വന്നപ്പം അവർ അവിടുന്ന് മാറി നിൽക്കാൻ കാര്യമൊന്നുമില്ല. അതാരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ടി ഞാൻ പറയുന്നതല്ല. ഈ BJPയുടെ ഒരു വളർച്ച BJP വലിയ രീതിയിൽ വോട്ട് വിഹിതം കൂട്ടിയിട്ടുണ്ട്. 3 MLA-മാരിലേക്ക് BJPയുടെ ഒരു വളർച്ച സംസ്ഥാനത്ത്. BJPയുടെ അല്ല, BJPയുടെ വോട്ട് നിലവാരമല്ല 3 സ്ഥാനാർത്ഥികൾ അവർ ജയിച്ചത് MLA-മാരായില്ല. അത് നോക്കിയാൽ മതിയല്ലോ. അതില്ലാത്തൊരു കാര്യമില്ലായിരുന്നു. പണ്ട് ഒരാളുണ്ടായിരുന്നു അല്ലേ. ഇത്തവണ 3ആയി ഉയർന്നു. അതെ, അതവരുടെ വിജയമല്ലേ. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇതിന്റെ ഒരു പ്രതിഫലനം അടുത്ത കാലത്ത് BJPക്ക് സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു തോന്നലുണ്ടോ സംഘടനാപരമായും? എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കുറച്ച് അദ്ദേഹത്തിന് പ്രവർത്തിച്ച് മേന്മയുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നു. അവിടെ സംസ്ഥാന അധ്യക്ഷനാണ്. അതെ, പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ ഒരു പ്രവർത്തന മികവിൻ്റെതായി തന്നെയാണോ റിസൾട്ടിനെ കാണുന്നത്? BJPയുടെ പുതിയ നേതൃത്വത്തിന്റെ ഒരു മികവിനെയാണോ? അല്ലല്ല, ഞാനൊന്നും കുറ്റം പറയത്തില്ല. അവരവരുടേതായ രീതിയിൽ നല്ല പ്രവർത്തനം നടത്തി, അവർക്ക് അതിന്റെ ഫലം കിട്ടി. ഈ തെരഞ്ഞെടുപ്പ് ഫലം കൂടി വിലയിരുത്തുമ്പോഴേ SNDP NSS ഐക്യം അന്നൊരു ചർച്ചകൾ വന്നത് പിന്നീട് വേണ്ട എന്ന് വെച്ചത് ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞങ്ങളുമായിട്ടോ? SNDP NSS ഐക്യം വേണ്ട അങ്ങനൊരു കാര്യമുണ്ട്. വെള്ളാപ്പള്ളി അന്തരീക്ഷത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ പല കോണിൽ നിന്ന് തുടരുന്ന സാഹചര്യത്തിൽ കൂടി അങ്ങനെ ഞങ്ങൾ പോയിട്ടേ ഇല്ല. പലതവണ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ കൂടി അത്തരമൊരു ഐക്യ സാധ്യത ഇനി സാധ്യതയുണ്ടോ? അധ്യായം പൂർണ്ണമായി അടഞ്ഞോ? ഞങ്ങൾ ഒരുപാട് എല്ലാവരെയും പഠിച്ചവരാ. കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും BJP ഒക്കെ പഠിച്ചു. അതിൻ്റെ ഇതനുസരിച്ച് ഒരു സന്തുലിതാവസ്ഥയിലാണ് ഞങ്ങൾ നിന്ന് പോകുന്നത്. പത്തനാപുരത്ത് ഗണേഷ് കുമാറിനെ മാറ്റിയതും NSSുമായുള്ള പ്രശ്നങ്ങളൊക്കെ ഗണേഷ് കുമാറിന് തിരിച്ചടിയായോ? അതൊരു പരിധി വരെ ആയി കാണും. കാരണം എന്നാൽ ചിലത് കൂടെ ഉണ്ടായിരുന്ന 11 പേര്, 17 പേര്, 17 തോന്നുന്നു, കൂടെ ഉണ്ടായിരുന്ന 17 18 ഉണ്ട്. അവർ രാജിവെച്ചു. കോറം നഷ്ടപ്പെട്ടു. ആ കമ്മിറ്റിക്ക് കോറമില്ലാതായി. ആ സാഹചര്യത്തിൽ ഭരണ സൗകര്യത്തെ കണക്കിലെടുത്ത് നമുക്ക് ഇവിടുന്ന് വേറൊരു അഡ്വോ കമ്മിറ്റി അവിടെ ഉണ്ടാക്കി വെക്കാൻ ചാർജ് ഏൽപ്പിക്കേണ്ടത് നമ്മുടെ നിയമപരമായ ബാധ്യത NSSന്റെ. അങ്ങനെ ഒരു അഡ്വോ കമ്മിറ്റി ഇപ്പോഴത്തെ കമ്മിറ്റിയിലും പുറത്തു നിന്നുമൊക്കെയുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അഡ്വോ കമ്മിറ്റി അവിടെ ഏർപ്പെടുത്തി. ഇവർ രാജിവെച്ചപ്പം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന്
പിന്നെ ഗണേശൻ്റെ കൂടെ നിന്നവരും പുറത്തുപോയി. പത്തനാപുരത്ത് ജയത്തിന് ശേഷം അവിടെ ജയിച്ച ജ്യോതികുമാർ ചാമക്കാല ആദ്യം ഇവിടേക്കാണ് ഇന്നലെ എത്തിയത്. അത് ഗണേശനെ തോൽപ്പിച്ച ജ്യോതികുമാർ ചാമക്കാല വിജയത്തിന് പിന്നാലെ ആദ്യം ഇവിടേക്കാണ് ഇന്നലെ ഇവിടെ രാവിലെ എത്തിയതായി കാണുന്നത്. ഇവിടെ വന്നു? നേരിട്ട് കണ്ടിരുന്നു. ഞാൻ ഇല്ലായിരുന്നു, ഞാൻ ഇന്നലെ സുഖമില്ലായിരുന്നു. ഇപ്പോഴും സുഖമില്ല. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പ്രതികരണം തുടരുകയാണ്. UDFിൻ്റെത് ജനാധിപത്യപരമായ വിജയമാണ്. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിച്ചിരുന്നു, ആ മാറ്റങ്ങളാണ് നടന്നത്. ഇനി ഇടതുമുന്നണിയുടെ പരാജയം അത് ഈ ഭരണവിരുദ്ധതയല്ല, അത് അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലമുണ്ടായ പരാജയമാണ്. ഇനി മുഖ്യമന്ത്രി സ്ഥാനം ആരെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ആരെ ആക്കിയാലും വിരോധമില്ല, കഴിവുള്ളവർ വരട്ടെ, അത് ആ പാർട്ടിയുടെ കീഴ്വഴക്കം അനുസരിച്ച് ഹൈക്കമാൻഡ് തീരുമാനിക്കാറാണല്ലോ പതിവ്.